എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബോൺ മീൽ ഫാർമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേലെ കോൺ ഫാർമ്. ഇതാണ് ശരിക്കും ഈ അയൺകോളത്തിൻ്റെ ഫാർമിൻ്റെ വീഡിയോ ശരിക്കും ഇടാൻ വിചാരിച്ചിന്. ബട്ട് ആ വീഡിയോ ഡിലീറ്റായി പോയി. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ അയൺ ഫാർമിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉണ്ടാക്കി കാണിച്ചതിൻ്റെ എങ്ങനെയെന്ന്. നമുക്ക് നമ്മുടെ ബോൺ മീൽ ഫാർമിലായിട്ട് കിടക്കാം. അതിനാദ്യം ഇത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, കുറച്ച് സാധനങ്ങൾ മതി, ഈ ഇതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കൂട്ടിന്നുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്ക് വെക്കണം. ഓക്കെ, ഈ ബ്ലോക്ക് പൊട്ടിച്ചറിയാം. അതേപോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് 4 ബ്ലോക്ക് ഇങ്ങനെ വെക്കാം 2 സൈഡിലും. ഇതിൻ്റെ അടിയിലുള്ള ഇവിടെ മണ്ണുണ്ടാവും, അത് 2 അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ചേക്കണം. ഓക്കെ, ഇതേപോലെ എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതേപോലെ വെക്കണം. ഓക്കെ, അതേപോലെ ഈ സൈഡിലും എനിക്ക് ഇവിടെ വെക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഈ ഇവിടെ അതേപോലെ ഇവിടെയും ഇതേപോലെ ഇത് വെക്കണം, സ്റ്റാൻഡ്. നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ചാണ് ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ ഇങ്ങനെ വെക്കണം, തിരിച്ച് പോലെ. നടുവത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കളയാം. ഓക്കെ, നടുവത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാണ്ട് ഇവിടെ ഒരു ടോർച്ചും അതേപോലെ ഇവിടെ ലിവറും അതേപോലെ ഈ കത്തുന്ന ടോർച്ചും. ഞാൻ ഈ സാധനം എടുക്കാൻ പോയതാണ്. ഓക്കെ, ഈ സൈഡിലേക്ക് ഈ കല്ലുമൊക്കെ നോക്കേണ്ട രീതിയിൽ ഇവിടെ ഇത് വെക്കാം. ഇത് ഓണാക്കാം. അതിൻ്റെ അടിയിലൊരു ഇത് വെക്കാം, റെഡ് സ്റ്റോൺ. ഇത് ഇനി ഇത് ഇത് കണ്ട ഇതേപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇത് ഓഫാക്കാം. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആ സൈഡിലുള്ള പോലെ ഇവിടെ ഒന്ന് വെക്കാം. അതിമക്ക് ഇതേപോലെ ഇവിടേക്ക് ആക്കിയാണ്ട് ഒന്ന് വെക്കാം. അതിമക്ക് കണക്ട് ചെയ്താണ്ട് ഇതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്താണ്ട് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇനി ഇതിനൊക്കെ എന്നിട്ട് ഇതേപോലെ വളച്ചുകാണ്ട് ഇതിനെ മേൽക്കാക്കിയാണ്ട് 4 കൂടി ഇതേപോലെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഇതാവും. ഇനി ഓണാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും, ഇതേപോലെ ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഈ 4 സൈഡും കവർ ചെയ്യണം. ഇതേപോലെ ആ റെഡ് സ്റ്റോൺ നമുക്ക് കല്ല് വെക്കാത്ത രീതിയിൽ മൂടിയാൽ മതി. അഥവാ കല്ല് വെച്ചാൽ അത് ഇതാകും, കുളമാകും. പിന്നെ അതേപോലെ നമ്മൾ ഈ 2ാമത്തെ വെച്ച് ഈ സാധനം സ്റ്റോൺ റിപ്പീറ്റർ അതിന് ഒരു ക്ലിക്കും കൂടി കൊടുക്കണം. അതേപോലെ ഇവിടെ വെച്ചെങ്കിലും ഒരു ക്ലിക്ക് തന്നെ കൊടുക്കണം. ഇത് കുളമാകും. അതായത് എന്തെങ്കിലും കഴിക്കാണ്ട് നിങ്ങൾക്ക് ഈ ബോൺ മീൽ ഫാർമ് വർക്കാവാത്ത രീതിയിലാകും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ പിന്നെ കുളമായിട്ട് പിന്നെ ഫസ്റ്റിൽ നിന്ന് കുറേ പണി ഉണ്ടാവും ചെയ്യാൻ. അതുകൊണ്ടാണ്, അല്ലാതെ ഉണ്ടാവുക. ഇതിലേക്ക് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൾ കുറേ ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെക്കണം. ഇങ്ങോട്ട് 2 ബ്ലോക്ക് ഇതിൻ്റെ മേലേക്ക് വെക്കാം. ഇങ്ങനെ വെക്കും. അതേപോലെ ഇതിൻ്റെ മേലേക്കും 2 ബ്ലോക്കും കാര്യങ്ങളും അതേപോലെ വെക്കാം. ഓക്കെ, ഒരു മിനിറ്റ് കവർ ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ മേലെ
രണ്ട് സാധാ പിസ്റ്റൺ വെക്കണം. ഓക്കെ, സാധാ പിസ്റ്റണ് ഇതേപോലെ വെച്ച് വെക്കണം. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലും കൂടി ഇതിൻ്റെ മേലും കൂടി 4 സാൻഡ് ഇതേപോലെ വെച്ച് വെക്കണം. ഗൈസ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നമ്മൾ ഇത് വെച്ചിട്ടെ ഇവിടെ നിന്നിട്ട് 4 കുയ്യും കാര്യങ്ങളും ഇതേപോലെ എടുക്കണം. ഓക്കെ, ഇവിടുത്തെ ഇവിടുത്തത് 2 ഇതേപോലെ പൊട്ടിക്കണം. ഇവിടെ നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. ഓക്കെ, ഇതേപോലെ 2 ചെസ്റ്റ് വെക്കണം. പിന്നെ അതിലേക്ക് കണക്റ്റാക്കി നിൽക്കേണ്ട രീതിയിൽ 2 പേപ്പർ ഇതേപോലെ വെക്കണം. അതിലേക്ക് കണക്റ്റായില്ല, സോറി. കണക്റ്റായിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോൺ മീൽ ഫാർം ഇതാക്കുമ്പോൾ ഇതാവില്ല. കണക്റ്റായോ? കേസ് കണക്റ്റായിട്ടുണ്ട്. ഇതിമൊക്കെ കണക്റ്റാക്കിയാണ്ട് വേണ്ടൊന്നും. ഓക്കെ, ഇനി ഗൈസ് നമുക്ക് ഇതിമൊക്കെ കണക്റ്റാക്കിയാണ്ട് ഇങ്ങനെ 2 കൂടി വെച്ച് വെക്കാം. ഓക്കെ, അത് റെഡിയായി. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കമ്പോസ്റ്റർ വെച്ച് കൊടുക്കണം. 2 ഇരുന്നാണ്ട് വെക്കാം. ഇതേപോലെ 2 വെക്കാം. അതിൻ്റെ മേലെ പിന്നെയും കോപ്പറും കാര്യങ്ങളും ഇതേപോലെ വെക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ മേലെ ഗൈസ് ഒരു ഫുൾ ചെസ്റ്റും കാര്യങ്ങളും വെക്കണം. ഇതേപോലെ 2. ഓക്കെ, പിന്നെ അതിൻ്റെ ഈ ഇതിമൊക്കെ ആക്കിക്കാണ്ട് 2 കമ്പോസ്റ്ററും കാര്യങ്ങളും ഇതേപോലെ തന്നെ വെക്കണം. ഓക്കെ, നമുക്ക് കണക്റ്റാക്കി ഇതിൻ്റെ രീതിയിൽ ഇവിടേക്ക് വരുമ്പോൾ ഇതാക്കും. നമുക്ക് ഈ ചെസ്റ്റിൻ്റെ മേലെ കാര്യങ്ങൾ നമുക്കിത് വെക്കണം. ഗ്ലാസ് ഇതേപോലെ 3. ഓക്കെ, ഇതേപോലെ 3 വെക്കാം. ഇതൊന്നും കൂടി ഒന്ന് മൂടട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെയും കാര്യങ്ങളും ഒബ്സർവർ എനിക്ക് തള്ളി കിട്ടുന്നു. ഒബ്സർവർ ഇതേപോലെ 2 കാര്യങ്ങളും ഇതേപോലെ വെക്കണം. അതിൻ്റെ മേലെ റെഡ് സ്റ്റോണും കാര്യങ്ങളും പിന്നെയും വെക്കണം. ഓക്കെ, ഇതേപോലെ. അപ്പോൾ ഗൈസ് ഇത് ഓണാക്കുമ്പോൾ ഈ മേലത്തെ ഇതും കൂടി ഇതാവാനാണ് വർക്കാവാനാണ് ഗൈസ്. ഇനി 4 സൈൻ ബോർഡ് എടുത്തുകൊണ്ട് ഇത് ഇവിടെ ഒന്നും. ഓക്കെ, അതിൻ്റെ അടിയിലൊന്നും ആ സൈഡിൽ ഇവിടെ വേണ്ടിട്ട അത് ഞാൻ കൈ എത്തി കഴിഞ്ഞാൽ ഓടിച്ചത്. അതേപോലെ ഇവിടെ ഒന്നും വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഗ്ലാസ്സുകളൊന്നും ഇവിടെ ഒന്നും കൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് മൂടാം. ഒരു മിനിറ്റ്, കുളമായോ എന്നൊരു ഡൗട്ടുണ്ട്. സോറി, ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, ഇതിൻ്റെ മേലേക്കാണ് വെക്കേണ്ടത് തോന്നുന്നത്. ഓക്കെ, ഇവിടേക്ക് ആക്കിയാണ്ടാണ് ഇത് വെക്കേണ്ടത്. സോറി ഗൈസ്, പെട്ടെന്ന് ഫുൾ വീഡിയോ കണ്ടിട്ട് മാത്രം ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കുളമാകും. ഓക്കെ, നമുക്ക് ഞാൻ ചേരതിലേക്ക് എന്നിട്ട് പൊട്ടിച്ചാൽ അങ്ങോട്ട് പൊട്ടിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സൈഡിലേക്ക് ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാം. വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് അടിയിട്ട് തന്നെ വെള്ളം പോകാതെ പിന്നെ ഫുള്ളായിട്ട് ഉണ്ടാവുള്ളൂ. അടിസ്ഥാനം വെള്ളം പൊട്ടും. അതുകൊണ്ട് പിന്നെ കുറേ ബക്കറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് ഇതാക്കി കൊടുത്താൽ മതി. ബക്കറ്റ് കൊണ്ട് കുറേ ബക്കറ്റിൽ വെള്ളം വരുന്നതുകൊണ്ട് ബക്കറ്റ് വെള്ളമാക്കിക്കൊണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ചേടാ മുഴുവനായിട്ട് നമുക്ക് ബടി കാര്യങ്ങൾ വെള്ളമാക്കിയുണ്ട്. വെള്ളം
ഓക്കെ. ഇനി നമുക്ക് അടിയിൽ ഇതേപോലെ എല്ലാ സൈഡിലും വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ഇത് ഇൻഫിനിറ്റി വാട്ടറായി. സോറി ഗൈസ്, ഇത് ഈ സൈഡിലല്ല വെച്ച് വെക്കേണ്ടത്. ഓക്കെ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതാണ് സെറ്റിന് പറഞ്ഞത്. ഈ സൈഡിലാണ് സെറ്റ് വെച്ച് വെക്കേണ്ടത്. സോറി ഗൈസ്, സോറി, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ടെണ്ണം പൊട്ടിച്ച ഇവിടെ വേണ്ട. വെള്ളത്തിൻ്റെ കൊണ്ട് സൈഡിൽ കൂടി കയറാം. എന്നിട്ട് ഇവിടെ കല്ല് വെക്കാം. അതായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, ഇതേപോലെ വെച്ച് വെക്കണം. ഇത് ഗൈസ് എല്ലാ സൈഡും ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ അതേപോലെ കാര്യങ്ങൾ വെള്ളം ഒഴിച്ച് വെക്കണം. ഇതേപോലെ ഉണ്ടാവുമ്പോൾ ഒക്കെ ഇവിടെ നമ്മളെ ഈ കെൽപ്പ് എന്ന് പറഞ്ഞ ഈ സാധനം ഇതേപോലെ വെച്ച് കൊടുത്താൽ തന്നെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബക്കറ്റ് മേലെ വെക്കുക. ഈ അയൺ ഫാർമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ ഈ സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ എത്ര ആഴം വന്നു നോക്കി. 2, 4, 6, 8. ഓക്കെ ഗൈസ്, 9.5 ആയിക്കാണ് ഗൈസ്. കണ്ട ഗൈസ്, ഇതിൻ്റെ ഈ അയൺ ഫാർമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ് കമൻറ്റ് ബോക്സ്. നമ്മൾ എന്തായാലും വിടുന്നതായിരിക്കും ഗൈസ്. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അതാ നമുക്ക് ഇത്രയും കാര്യങ്ങളും ഇത് കിട്ടിയിരിക്കണേ. അയണ് 6 ചാക്കുള്ളൂ ഗൈസ്. നമ്മൾ അങ്ങനെ ബോൺ മീൽ ഫാർം, സോറി കൽപ്പല്ല, ബോൺ മീൽ ഫാർം അങ്ങനെ ഫുഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ ബ്ലോക്കും കാര്യങ്ങൾ വെക്കുന്നത് സോറി ഇതേപോലെ വെക്കുക. പിന്നെ ഇവിടേക്ക് ആക്കി വെക്കരുത്. ഈ സൈഡിലേക്ക് ആക്കിയാണ്ട് ബ്ലോക്ക് വെക്കുക. ഇത് ഇതാകും. അത് ഓഫ് ആക്കാണ്ട് പിന്നെ അതെന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ട്. വെള്ളം കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ആകുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാണ്ട് ഫുള്ളായിട്ട് പോകാതെ നമുക്കിതിൻ്റെ ഓണാക്കിയാൽ മനസ്സിലാവുള്ളൂ. കുറേ ഇത് വന്നു കണ്ട് നമുക്ക് ഓണാക്കിക്കണം. ഓക്കെ ഗൈസ്, ഇതൊക്കെ വർക്കിങ്ങാണ്. നമുക്ക് ഇത് തുറന്ന് വെക്കുമ്പോൾ ഒന്നെങ്കിലും ഇപ്പം സ്ഥലത്തും ഭൂമിയിൽ പോകും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് വർക്കായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ സാധനം അങ്ങനെ വന്ന് മാറും. ഇതേപോലെ ഇത്രയാണ് നമുക്ക് ഭൂമിയുടെ ഫാർമിങ് കാര്യങ്ങൾ. മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിനായി കാണുന്നത് എല്ലാവർക്കും ബൈ.